വട്ടുസോഡയെപ്പറ്റി അറിയാത്തവരോ അത് കുടിക്കാത്തവരോ ആയി അധികം ആളുകൾ ഉണ്ടാകില്ല. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മലയാളികളുടെ ദാഹമകറ്റിയിരുന്ന വട്ടുസോഡ പക്ഷേ പരിഷ്കാരത്തിൻ്റെ കുത്തൊഴുക്കിൽ ബഹുരാഷ്ട്ര കോള കമ്പനികളുടെ കടന്നുവരവോടെ നമ്മുടെ നാട്ടിൽ നിന്നും പതിയെ പതിയെ അപ്രത്യക്ഷമായി. പേരിന് പോലും ഒരു വട്ടുസോഡ അല്ലെങ്കിൽ ഗോലി സോഡ കിട്ടാനില്ലാത്ത ഇക്കാലത്ത് പാരമ്പര്യമായി കൈമാറി വന്ന സോഡ സംരംഭത്തിന് പുതിയ രൂപവും ഭാവവും ഗെറ്റപ്പും നൽകി പുതുപുത്തനായി അവതരിപ്പിച്ച് ജനങ്ങളുടെ ഹൃദയവും ഒപ്പം വിപണിയും കീഴടക്കിയാണ് അഖിൽ എന്ന 26-കാരനായ ഈ യുവ സംരംഭകൻ. അഖിലിൻ്റെ റെയിൻബോ ഗോളി സോഡ സംരംഭത്തിൻ്റെ വിശേഷങ്ങളാണ് ഫിനാൻഷ്യൽ ഗൈഡിൽ ഇത്തവണ. നമസ്കാരം, ഞാൻ അഭിലാഷ് നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളിലൊന്നാണ് വട്ടുസോഡ അഥവാ ഗോലിസോഡ. കട്ടിയുള്ള ചില്ലുകൊണ്ടുണ്ടാക്കിയ പച്ച നിറത്തിലുള്ള കുപ്പിയുടെ കഴുത്തിന്റെ ഭാഗത്ത് ഗോലി കുടുങ്ങിക്കിടക്കാൻ പാകത്തിൽ പ്രത്യേക ആകൃതിയിലുള്ള സോഡാ കുപ്പി. ഇന്നത്തെ പോലെ റെഫ്രിജറേറ്ററുകളൊന്നും സർവ്വസാധാരണമല്ലായിരുന്ന അക്കാലത്ത് വഴിയാത്രയ്ക്കിറങ്ങുന്ന മലയാളിക്ക് ദാഹശമനിയായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ചെറിയ പീടികകളിൽ വഴിപോക്കർ കാണെ കേസിൽ അടുക്കി വെച്ചിരിക്കുന്ന ഈ വട്ടുസോഡകൾ. അതിലൊന്ന് വാങ്ങി ചൂണ്ടുവിരൽ ആ കുപ്പിയുടെ വായിലൂടെയിട്ട് കുപ്പിയുടെ അടപ്പായി പ്രവർത്തിക്കുന്ന ഗോലിയിൽ ഒന്നമർത്തുമ്പോൾ ചെറിയ സ്ഫോടനത്തോടെ ഗ്യാസും അതിനൊപ്പം നുരഞ്ഞു പതഞ്ഞ് കുറച്ച് സോഡയും പുറത്തേക്ക് വരും. ശേഷം ആ കുപ്പിയുടെ വായ സ്വന്തം ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് മോന്തി അതിനുള്ളിലെ ചെറിയ ഗ്യാസുള്ള വെള്ളം അഥവാ സോഡ കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം അത് അനുഭവിച്ചറിയാത്തവർ ഉണ്ടാകില്ല 50-ന് മുകളിൽ പ്രായമുള്ള മലയാളികളിൽ. എന്റെ പേര് അഖിൽ. ഞാൻ എറണാകുളം ജില്ലയിൽ റെയിൻബോ ഗോലി സോഡ എന്ന സ്ഥാപനം നടത്തുന്നു. അച്ഛനായി തുടങ്ങി വെച്ചിരുന്ന ബിസിനസ് ആയിരുന്നു സോഡ മാനുഫാക്ചറിംഗ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗോലി സോഡ എന്ന ആശയം കൊണ്ടുവരികയും അത് മാർക്കറ്റിൽ വൻ വിജയകരമാക്കി ഇറക്കുവാൻ എനിക്ക് സാധിച്ചു. പഴയ കാലത്തെ ആൾക്കാർക്ക് ഒരു ഓർമ്മ പുതുക്കലും എന്നാൽ പുതിയ തലമുറയ്ക്ക് ഒരു കൗതുകവുമായിട്ടാണ് റെയിൻബോ ഗോലി സോഡ എന്ന ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അഖിൽ, എറണാകുളം ഏലൂർ സ്വദേശി, 26 വയസ്സ്. +2 പഠനമൊക്കെ കഴിഞ്ഞ് കുടുംബത്തെ സഹായിക്കാൻ 2 പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളിലായി 6 വർഷം ഡെലിവറി ബോയിയായി ജോലി ചെയ്തു. തുച്ഛമായ പ്രതിഫലത്തിൽ നിന്നും അത്യാവശ്യം ചിലവ് കഴിഞ്ഞ് മിച്ചം പിടിച്ചിരുന്ന അഖിലിന് ഇടയ്ക്ക് എപ്പോഴോ തോന്നി തന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനുമൊക്കെ പതിറ്റാണ്ടുകളായി ചെയ്തു വന്നിരുന്ന ഗോലിസോഡ നിർമ്മാണം എന്തുകൊണ്ട് പുനരാരംഭിച്ചുകൂടാ എന്ന്. ആ ആലോചന അഖിലിന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുകയായിരുന്നു. ഫുഡ് ഡെലിവറി ബോയിയുടെ കുപ്പായം അഴിച്ചുവെച്ച് അച്ഛന്റെ സോഡ നിർമ്മാണ യൂണിറ്റ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. 10 വർഷം മുൻപ് അച്ഛൻ നടത്തിയിരുന്ന സോഡ നിർമ്മാണ യൂണിറ്റ് കൈകൊണ്ട് കറക്കി സോഡ ഉണ്ടാക്കുന്നതായിരുന്നു. എന്തായാലും അതിൽ തന്നെ നിർമ്മാണം പുനരാരംഭിച്ചു. അത് സാദാ ഗോലിസോഡ ആയിരുന്നു. വൈകാതെ അഖിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. സോഡ നിർമ്മാണത്തിലാണെങ്കിലും വൈവിധ്യവൽക്കരണവും പുത്തൻ രുചികളുമില്ലാതെ വിപണി പിടിക്കാൻ കഴിയില്ല എന്ന്. അതിന്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷണവും പഠനവും നടത്തി. വിപണിയിൽ നിന്നും മികച്ച പ്രതികരണം ലഭിച്ചതോടെ സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പണ്ടെങ്ങോ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമായ ഗോലിസോഡ പുനരാവിഷ്കരിക്കാൻ അഖിൽ തീരുമാനിച്ചത്. ഇന്ന് സാദാ ഗോലിസോഡയ്ക്ക് പുറമെ പേരയ്ക്ക, ആപ്പിൾ, കിവി, ജിഞ്ചർ തുടങ്ങി 12ഓളം ഫ്ലേവേഡ് സോഡകളും എറണാകുളം കളമശ്ശേരി ഉദ്യോഗമണ്ഡലിൽ പ്രവർത്തിക്കുന്ന അഖിലിന്റെ റെയിൻബോ ഗോലിസോഡ എന്ന സ്ഥാപനത്തിൽ നിന്നും വിപണിയിലെത്തുന്നു. നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാക്കുന്നതിനൊപ്പം ഗുണനിലവാരവും വൈവിധ്യവും വിൽപ്പന ഉറപ്പാക്കുന്നു. ആദ്യകാലങ്ങളിൽ ഗോലി സോഡ കണ്ടിരിക്കുന്നത് സാധാ സോഡയായിട്ടാണ്. എന്നാൽ റെയിൻബോ ഗോലി സോഡ ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കുന്നത് വ്യത്യസ്തമായ ഫ്ലേവറുകളിലാണ്. അതും പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഗോലിസോഡ നിർമ്മാണത്തിലേക്ക് തന്നെ ഇറങ്ങി എന്ന് ചോദിച്ചാൽ അഖിലിന് വ്യക്തമായ മറുപടിയുണ്ട്. അച്ഛനായി തുടങ്ങി വെച്ചിരുന്ന ബിസിനസ് ആയിരുന്നു സോഡ മാനുഫാക്ചറിംഗ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗോലി സോഡ എന്ന ആശയം കൊണ്ടുവരികയും അത് മാർക്കറ്റിൽ വൻ വിജയകരമാക്കി ഇറക്കുവാൻ എനിക്ക് സാധിച്ചു.
പഴയ കാലത്തെ ആൾക്കാർക്ക് ഒരു ഓർമ്മ പുതുക്കലും എന്നാൽ പുതിയ തലമുറയ്ക്ക് ഒരു കൗതുകവുമായിട്ടാണ് റെയിൻബോ ഗോലി സോഡ എന്ന ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്ലേവേഡ് സോഡകളുടെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സോഡ നിർമ്മാണ യൂണിറ്റ് അഖിലിന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നു. അതിനായി ഫില്ലിംഗ് യൂണിറ്റ്, ചേംബർ, വാട്ടർ ഫിൽറ്റർ, വാഷിംഗ് യൂണിറ്റ് എന്നീ മെഷീനറികളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി. 6 ലക്ഷത്തോളം രൂപ ഇതിനായി നിക്ഷേപിക്കേണ്ടി വന്നു. മുദ്രാ യോജന പ്രകാരം എറണാകുളം ഏലൂരിലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും 5.25 ലക്ഷം രൂപ ഇതിനായി വായ്പയെടുത്തു. ഏലൂരിൽ തന്നെ ഒരു വാടക കെട്ടിടത്തിലാണ് റെയിൻബോ ഗോലി സോഡ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ചില്ല്, പ്ലാസ്റ്റിക് കുപ്പികൾ, വെള്ളം, ലേബലിംഗ്, ഗ്യാസ് തുടങ്ങിയവയാണ് അസംസ്കൃത വസ്തുക്കൾ. FSSAI ലോക്കൽ ബോഡി വാട്ടർ ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാം നേടിയിട്ടുണ്ട്. സാധാ സോഡ ഉപയോഗിക്കുന്ന മെഷീനല്ല ഗോലി സോഡയ്ക്ക് ആവശ്യമായത്. എന്നാൽ എനിക്ക് അതിനുവേണ്ടി മെഷീനറി പുതിയതായിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വന്നു. അതിനായി സാമ്പത്തികം നമ്മൾ ബാങ്ക് വഴിയാണ് സമീപിച്ചത്. മുദ്ര എന്ന സ്കീം വഴി നമുക്ക് ലോൺ ലഭിച്ചിരുന്നു. അതിലൂടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ലോൺ സാങ്ഷനാക്കി തരികയും അതിലൂടെ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യുകയും ഈ യൂണിറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. റെയിൻബോ ഗോലി സോഡയുടെ മാർക്കറ്റിംഗ് എങ്ങനെ? റെയിൻബോ ഗോലി സോഡ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗോലി സോഡ പൂർണ്ണമായും മൊത്ത വിതരണക്കാർ എടുത്ത് വിതരണക്കാർക്കാണ് നൽകുന്നത്. ഒരു കേസിൽ 24 ബോട്ടിലുകളാണുള്ളത്. അതുപോലെ ഒരു ദിവസം 100 കേസുകൾ വരെ ഉൽപ്പാദിപ്പിക്കും. അതായത് 2400 ബോട്ടിൽ ഗോലി സോഡ. വിതരണ സ്ഥാപനവുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് എത്ര സോഡ ഉണ്ടാക്കിയാലും അവർ എടുത്തുകൊള്ളും. 200 മില്ലിയുടെ ചില്ലുകുപ്പികളിലും 300 മില്ലിയുടെ പ്ലാസ്റ്റിക് കുപ്പികളിലുമാണ് ഫ്ലേവേഡ് സോഡകൾ വിപണിയിലെത്തുന്നത്. ഫ്ലേവറുകൾ ചേർത്ത സോഡ സ്വന്തം വാഹനത്തിൽ സെയിൽസ്മാൻ വഴിയാണ് വിതരണം നടത്തുന്നത്. ഇടയ്ക്ക് അഖിലും സപ്ലൈ ചെയ്യാൻ വിപണിയിലിറങ്ങും. ക്രെഡിറ്റ് നൽകാറില്ല. ഗോലി സോഡ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത് തികച്ചും സീസണൽ ഉൽപ്പന്നമല്ലാതായിട്ടുണ്ട്. മഴക്കാലത്തും വിപണിയിൽ വലിയ കുറവൊന്നും ഉണ്ടാകുന്നില്ല. എറണാകുളം, കോട്ടയം, തൃശൂർ ജില്ലകളിലാണ് ഇപ്പോൾ പ്രധാനമായും റെയിൻബോ ഗോലി സോഡയുടെ വിപണി. ഈ വർഷം തന്നെ മറ്റ് ജില്ലകളിലേക്ക് വിപണി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അഖിൽ. കയറ്റുമതിക്കുള്ള അന്വേഷണങ്ങൾ എത്തുന്നുണ്ടെന്നും കാര്യങ്ങൾ ഭംഗിയായി നടന്നാൽ 1 വർഷത്തിനുള്ളിൽ വിദേശ വിപണിയിലും സാന്നിധ്യം അറിയിക്കാനാകുമെന്നും അഖിൽ വ്യക്തമാക്കുന്നു. ഏകദേശം 10 ലക്ഷം രൂപയുടേതാണ് പ്രതിമാസ കച്ചവടം. 20% അറ്റാദായവും ലഭിക്കുന്നു. ഫുഡ് ഡെലിവറി ചെയ്ത ദിവസം 500 മുതൽ 800 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് മാസം 2 ലക്ഷം രൂപയോളം ഈ യുവാവിന് സ്വന്തം സംരംഭത്തിലൂടെ നേടാൻ കഴിയുന്നു. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ. ഇതിൽ നമുക്ക് സ്ലീവ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിപടലങ്ങളും കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. തിരിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പൊടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നീറ്റായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് കുടിക്കാനും പറ്റും. ഇത് കുടിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാൻ പാടില്ല. നമ്മളാദ്യം ഈ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓപ്പണായിട്ട് പലരും ധാരണ ഇത് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു പോർഷൻ നമ്മുടെ നേരത്തെ ഇങ്ങനെ വെച്ചിട്ട് സിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കണം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഡ്രിങ്ക് നമുക്ക് കിട്ടുള്ളൂ. അതേശം നമ്മൾ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രിങ്ക് വരില്ല. നമ്മൾ ഈ ഗോലി ഇവിടെ സ്റ്റക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് കുറേശ്ശെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മുടെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സിപ്പ് ചെയ്തിട്ട് നമ്മൾ കുടിക്കണം. എല്ലാ പിന്തുണയുമായി ഭാര്യ റോസിക്കുട്ടി അൽഫോൻസും അമ്മ രത്നവും അഖിലിനൊപ്പമുണ്ട്. വീട്ടുകാരെ കൂടാതെ 2 സ്ഥിരം തൊഴിലാളികളുമുണ്ട് അഖിലിന്. ബിസിനസ് കഴിഞ്ഞാൽ അഖിലിന് ഹരം ഫുട്ബോളാണ്. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന അഖിൽ സെവൻസ് എറണാകുളം ജില്ലാ ടീം അംഗമായിരുന്നു.
26 വയസ്സിനുള്ളിൽ നല്ലൊരു ബിസിനസ് കണ്ടെത്തി വിജയിപ്പിക്കാനായതിൻ്റെയും മറ്റു 2 പേർക്ക് തൊഴിൽ നൽകി ജീവിതമാർഗം തുറന്നു കൊടുക്കാനായതിൻ്റെയും സന്തോഷത്തിലാണ് അഖിൽ എന്ന ഈ യുവാവ്. കൗമാരത്തിൽ തന്നെ പല പണികളും ചെയ്യേണ്ടി വന്നെങ്കിലും അവസാനം കണ്ടെത്തിയ ബിസിനസ് ഒരു വിജയമാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ആത്മവിശ്വാസവുമുണ്ട് അഖിലിൻ്റെ ഓരോ വാക്കുകളിലും. അഖിലിനും റെയിൻബോ ഗോളിസോഡയ്ക്കും എല്ലാ വിജയങ്ങളും നേരുന്നു. മറ്റൊരു സംരംഭക വിജയഗാഥയുമായി അടുത്ത സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.